നമസ്കാരം, ഞാൻ ലിസി തോട്ടപ്പള്ളി. സുൽത്താൻ ബത്തേരിക്കടുത്ത് കൃഷ്ണഗിരി വില്ലേജിൽ പാതിരിക്കുന്നെന്ന സ്ഥലത്തെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചോ? പാരപ്പറ്റിൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റാർ കണ്ടില്ലേ? ദാവീദിൻ്റെ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രമാണ് ഇസ്രായേലിൻ്റെ നാഷണൽ ഫ്ലാഗിലുള്ളത്. ഈ വീടിരിക്കുന്ന മണ്ണിനുമുണ്ട് ചില സവിശേഷതകൾ. ക്രിസ്തുവിന് മുൻപുള്ള 6 കല്ലറകൾ ഈ മണ്ണിലുണ്ട്. ഇവ ജൂതന്മാരുടേതെന്ന് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. ഈ വീടിൻ്റെയും മണ്ണിൻ്റെയും ഉടമയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ. 40-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് കാപ്പി നടാൻ വേണ്ടി മണ്ണൊരുക്കിയപ്പോൾ കണ്ട കല്ലറകളിൽ തുടങ്ങിയ ഗവേഷണം ഇന്ന് ഒരു പിടി ഗ്രന്ഥങ്ങളിൽ എത്തി നിൽക്കുന്നു. ഡോക്ടർ എബ്രഹാം ബെൻഹർ 7 പള്ളികൾ, ദ ജൂയിഷ് ഇന്ത്യൻസ്, ദ ലൊക്കേഷൻ ഓഫ് ഈദൻ, മെഗാലിത്തിക് മൊനുമെൻറ്റ്സ് ഓഫ് ജൂയിഷ് ലോസ്റ്റ് ട്രൈബ്സ്, ഭാരതത്തിലെ ജൂത ക്രിസ്ത്യാനികൾ, മഹാശില സംസ്കാരം, ജൂത ഭാരതം തുടങ്ങിയ ചരിത്രോത്മകമായ ഗ്രന്ഥങ്ങളുടെ കർത്താവ്, ലോക നസ്രാണി ഫൗണ്ടേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റ്, മെഗാലിത്ത് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടർ, ഹരിതസേനയുടെ സ്ഥാപക ചെയർമാൻ. 1997 ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്ററി ഫിലിമിനുള്ള ദേശീയ അവാർഡും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥ കാലത്ത് മെസ്സപ്രകാരം അറസ്റ്റ്, കക്കയം ക്യാമ്പിൽ പീഡനം, ജയിൽവാസം, ഇങ്ങനെയും ഒരു ചരിത്രകാരനായ ഡോക്ടർ ബെൻഹറിനുണ്ട് എന്നത് വളരെയധികം കൗതുകകരമാണ്. ഡോക്ടർ ബെൻഹറിൻ്റെ ഗവേഷണ ജ്ഞാനത്തിലൂന്നിയുള്ള അൽഫോൻസ ഫാമിലി അസോസിയേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. AD 52 സെൻറ് തോമസ് പഴയ മുസീരിയസിൽ, അതായത് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെന്നും 7 പള്ളികൾ സ്ഥാപിച്ചുവെന്നും നമുക്കറിയാം. എന്നാൽ അദ്ദേഹം വയനാട്ടിൽ എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? നോക്കാം. ഡോക്ടർ ബെൻഹറിനോടൊപ്പം ദിബു ദേവസിയായും സന്തോഷ് തൈപ്പറമ്പിലും. സാറേ, ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇവിടുത്തെ സ്ഥലനാമങ്ങളൊക്കെ പാതിരിക്കുട്ടിയാണ്. നമ്മുടെ ഈ സ്ഥലം അറിയപ്പെടുന്നത് പാതിരിക്കുന്ന് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ അതായിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഈ പാതിരിക്കുന്ന് എന്നറിയപ്പെടുന്നത്? ഇവിടെ ഇപ്പം നിൽക്കുന്നതായിട്ടുള്ള സ്ഥലം പാതിരിക്കുന്നാണ്. ഇവിടെ നിന്നിട്ട് ദൂരത്തിൽ കാണുന്നത് പാതിരിപ്പാറയാണ്. പാതിരിപ്പാറ. അതിൽ വരുന്നതായിട്ടുള്ള വഴി ഒരു പാതിരി കവലയുണ്ട്. അതിൻ്റെ അരികിലായിട്ടൊരു പാതിരി തോടുണ്ട്. ആ തോടിൻ്റെ താഴോട്ട് ചെത്തിക്കഴിഞ്ഞാൽ അവിടെ പാതിരി പാലമുണ്ട്. അപ്പോൾ പാതിരിപ്പാലം, പാതിരിത്തോട്, പാതിരിപ്പാറ, പാതിരിക്കുന്ന്, അടങ്കം എന്നൊരു പാതിരിയെ കുറിച്ചിട്ടാണ്. ഈ പാതിരി ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. ആർക്കും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇംഗ്ലീഷുകാരുടെ കാലത്തുള്ളൊരു പാതിരിയാണോ എന്ന് വെച്ചാൽ അല്ല. അതിനു മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പാതിരി വന്നിരുന്നു. ഇതിലൊക്കെ കുറച്ചു കാലങ്ങളോട് ജീവിച്ച് പോയി. അങ്ങനെയുള്ളൊരു പാതിരിയാണ്. ആ പാതിരിയെക്കുറിച്ച് പറയുന്നത് വയനാട്ടിലെ പ്രാചീന ആദിവാസികളായിട്ടുള്ള കുറുമരാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്, അറിയാവുന്നതുമായിട്ടുള്ള. അപ്പം പാതിരി എന്ന് പറയുന്നത് ആരെ ആയിരിക്കാം? അങ്ങനെ ഇംഗ്ലീഷുകാരുടെ കാലത്തല്ലാത്തൊരു പാതിരി ആരിവിടെ വന്നിരുന്നു? ആ ചോദ്യത്തിന് അന്വേഷണം പലരും ചോദിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചില കണക്കുകൂട്ടലുകൾ കൊണ്ട് പറഞ്ഞു. ഇന്നിവിടെ ഇപ്പോൾ ഉള്ള സുൽത്താൻ ബത്തേരി, പഴയ ഗണപതി വട്ടം, പണ്ടത്തെ പേര് ഗണപതി വട്ടം, ഇവിടെ കാണുന്നതായിട്ടുള്ള വലിയൊരു പാറ, അതൊരു ആനയുടെ ആകൃതിയുള്ളതായിട്ടുള്ള ഗണപതി, മഹാഗണപതി വട്ടം. അപ്പോൾ ഈ ഗണപതി വട്ടം പ്രദേശം
പണ്ട് കാലത്ത്, അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ ബത്തേരി എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശം വളരെ വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഇവിടുന്ന് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് കുരുമുളകായിരുന്നു. കുരുമുളക് എന്ന് പറഞ്ഞപ്പോൾ മുമ്പ് കാലത്തുണ്ടായിരുന്ന കല്ലുവെട്ടി, കരിങ്കോഴ, ആ പേരിലൊക്കെ അറിയപ്പെടുന്ന കല്ലുവള്ളി പോലെയുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കുരുമുളക് ഉണ്ടായിരുന്നതായിട്ടുള്ള സ്ഥലം ഇതാണ് സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിലുള്ള ഈ കുരുമുളക് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകാലത്ത് ഇവർ ജൂതന്മാർ ഇവിടെ വന്നിരുന്നു. ഈ വരുന്നതായിട്ടുള്ള ജൂതന്മാരെന്ന് പറഞ്ഞാൽ ചിത്രദുർഗയിൽ നിന്നിട്ടാണ്, ചന്ദ്രഗിരിയിൽ കർണാടകയിൽ നിന്നിട്ട് വരുന്നതായിട്ടുള്ള ഈ ജൂതന്മാർ ഇവിടെ ദക്ഷിണ മഹാപഥത്തിൽ ഓടിയിട്ട് വന്ന് അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. ഈ കാര്യം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാരീചം എന്നുള്ള പേരിലാണുള്ളത്. മാരീചം എന്നുള്ളത് കുരുമുളകാണ്. ഈ കുരുമുളക് ശേഖരിക്കുന്നതിനും വ്യാപാരം ചെയ്തതിനും വരുന്നതായിട്ടുള്ള ജൂതന്മാർ വന്ന് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു, വ്യാപാര കേന്ദ്രം. ഏതാണ്ട് 2300 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു ഇവിടെ ഈ സുൽത്താൻ ബത്തേരി. ഈ സുൽത്താൻ ബത്തേരിക്ക് ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കൊടുങ്ങല്ലൂരുമായിട്ട് അന്ന് വ്യാപാര ബന്ധവും മറ്റേ സാമ്രാജ്യത്തെ ബന്ധവും ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് കച്ചവടക്കാർ ഇവിടെ വരും, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തയക്കുമായിരുന്നു. പട്ടാളക്കാർ വരും, ഉദ്യോഗസ്ഥന്മാർ വരും, ടാക്സ് പിരിവുകാർ വരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ വ്യാപാരികൾ വരും. ഇത് 2000 കാലത്താണ്. അപ്പോൾ BC-യിൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പറയുന്നതായിട്ടുള്ള ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പാതിരി വന്നു എന്ന് പറയുന്നത് ഇവിടെ ഈ ജൂതന്മാരെ അന്വേഷിച്ച് സഞ്ചരിച്ചതായിട്ടുള്ള സെൻറ്റ് തോമസിലേക്കാണ് ആയിരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. സെൻറ്റ് തോമസ് ആയിരിക്കണം. അങ്ങനെ സെൻറ്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്ന്, സെൻറ്റ് തോമസ് കേരളത്തിലെ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലെ പാലയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കൊക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ, ഇവിടെ എല്ലാം തന്നെ സെൻറ്റ് തോമസ് ജൂത കോളനികളിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെല്ലാം ജൂതന്മാരുണ്ടോ അവിടെ എല്ലാം തന്നെയും സെൻറ്റ് തോമസ് എത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ അന്നത്തെ കാലത്തെ ജൂത കോളനി ആയിരുന്ന വയനാട് സുൽത്താൻ ബത്തേരിയിലും സെൻറ്റ് തോമസ് എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നതായിട്ടുള്ള പാതിരി എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ആണെന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, നമ്മൾ കേൾക്കാത്തൊരു ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുവരെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരു ചരിത്രത്തിൻ്റെ തെളിവുകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സെൻറ്റ് തോമസ് വയനാട്ടിൽ വന്നിരുന്നു എന്നതിന് പാതിരി ചേർത്തുള്ള സ്ഥലനാമങ്ങൾ മാത്രമല്ല അദ്ദേഹം തെളിവായിട്ട് കാണിക്കുന്നത്. സ്വന്തം പുരയിടത്തിലെ മണ്ണിനടിയിൽ കാലം അവശേഷിപ്പിച്ച തെളിവുകൾ വേറെയുണ്ട്. അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ.